ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ കുബേര പെട്ടെന്ന് അഭിനയിച്ചിരിക്കുന്നത് ധനുഷ്, രശ്മിക മന്ദാന, നാഗർജുന, സുനൈന മീൻസ് തെറിയില് നമ്മുടെ വിജയന ഒരാളെ കല്യാണം പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു പെണ്ണ് സ്റ്റോറി ആപ്പൻ പിന്നെ നാസർ, ജയപ്രകാശ്, ഹരീഷ് പേരടി, പിന്നെ ഭാഗ്യരാജ്, പിന്നെ എന്താണ് നമ്മുടെ അഴകൻ പെരുമാടി, അല്ല സോറി മാറിപ്പോയി, ഭഗവതി പെരുമാടി, അങ്ങനെ പിന്നെ സായാരിഷ് ഉണ്ട്. പിന്നെ ജിംസർക്ക് വില്ലൻ പാടാൻ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് DSP ആണ്, ദേവിശ്രീ പ്രസാദാണ്. സിനിമാറ്റോഗ്രഫി ബൈ നിക്കേത് ഫിലിം ഡയറക്റ്റഡ് ബൈ ശേഖർ ബല്ലമ മീൻസ് ശേഖർ, എനിക്ക് മായ എന്ന് പേര് കിട്ടിയിട്ടുണ്ട്, അതൊന്നും ശേഖർ കമല സോറി ബോയ്സ്. ശേഖർ കമല എന്ന് പറഞ്ഞിട്ടാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വരൻ തേജൻ്റെ ഫിദി, നാഗചൈതന്യ ലവ് സ്റ്റോറി എന്നൊരു സിനിമയും ഡയറക്റ്റ് ചെയ്ത് ഇദ്ദേഹമാണ്. പിന്നെ പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരുന്ന കാർത്തിക ആണ്. പാട്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ കൂലകാട്ടും ഭേദം, ഹരിഹര വീരമല്ലിനോട്ടും കൂലിനോട്ടും എത്രയോ ഭേദം എന്നാണ് എനിക്ക്, എത്രയോ ഭേദമാണ്. ബട്ട് പടം കൂടെയാണ്. ഈ സിനിമയിലെ പോസിറ്റീവ്സ് പറയും. പോസിറ്റീവ്സ് എന്തെന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ, ഈ സിനിമ എൻ്റെ പോയി വാ നമ്പ്, ആ പാട്ട് കൊള്ളാം. പിന്നെ BGM വസ്തു, നാഗർജുന അത്യാവശ്യം നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാരക്ടർ. വേറെ സ്റ്റോറി അത്യാവശ്യം നൈസായിരുന്നു. വേറെ ഒന്നും ഈ സിനിമയിൽ അത്യാവശ്യം എനിക്ക് മറക്കാനൊന്നും ഇല്ലടി, എനിക്ക് ക്ലിയറാണ്. ധനുഷാണെങ്കിലും ധനുഷും ലക്ഷ്മിയും വരുന്ന സിനിമ നല്ല പടമായിരിക്കും വിചാരിച്ചിരുന്ന് പനിയെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയതാ. പകുതിയായപ്പോൾ ഒരു ഇത് കിട്ടണില്ല, തൃപ്തിപ്പെടണില്ല. അമ്മാതിരി ഒരു പടം. സ്റ്റാർട്ടിങ്ങിൽ എന്നാൽ ജിം സർബിനി സ്റ്റോറിയൊക്കെ പറഞ്ഞ ഓക്കെ നല്ല സ്റ്റോറിയാണ്. ബട്ട് അവർ സിനിമയുടെ സ്ക്രീൻ പ്ലേ കട്ട ഷോവാണ്. അവർ നല്ല സ്റ്റോറി അങ്ങ് ദോഷമാക്കി വെച്ചിട്ടുണ്ട്, ദോഷമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയിൽ നടന്നിരിക്കുന്നൊരു കാര്യം എന്നാൽ. പിന്നെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ശേഖർ കമലയുടെ ഡയറക്റ്റ് ചെയ്യുന്ന പടം എന്നുള്ള ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ, അതിനുള്ളതൊന്നും എനിക്ക് കിട്ടിയില്ല. അതിന് വരെ എന്നെ വല്ലതെല്ലാം ഫീൽ ചെയ്യുന്നൊന്നുമില്ല സിനിമ. പിന്നെ ധനുഷ്, രശ്മികയുടെ കാര്യം പറയാനാണെങ്കിൽ രശ്മിക്ക് ഈ വർഷം കേരളം നേട്ടം. പക്ഷെ ഇത് റോസ്റ്റിംഗ് മെറ്റീരിയൽ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനത്തെ ഒരു പടമല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയുക. പിന്നെ അത് എൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് പറയാനും പറ്റുന്നില്ല, ബിക്കോസ് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത്. മീൻസ് ഇപ്പോൾ വാർ ഓക്കെ ടോപ്പ് 10 എനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്ന 15ാമത്തെ പടമായിരുന്നത് ഈ സിനിമ. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അമ്മാതിരി ഡിസപ്പോയിൻറ്റഡാണ് ഇപ്പോൾ. പിന്നെ എനിക്ക് പരൻസും തരിയുടെ കാര്യം ഞാനതൊരു റിവ്യൂവിൽ പറഞ്ഞതാണ്. അത് കണ്ടിട്ട് ആണെങ്കിൽ ഇത് കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഫോളോവേഴ്സ് ലിങ്കറപ്പിനൊക്കെ എടുത്തിട്ട് ഒന്നൊരു
അരെ പാവോടെ മറ്റേ റത്താന്ന് പറഞ്ഞിട്ട് വലിയ മഴയിൽ എത്ര അഭിനയിച്ചാടെ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് കോമാളി വേഷം ചെയ്യിക്കുന്നു. ഞാനൊരു സത്യം അയ്യോ അമ്മാതി ശരിയാന്നു. പിന്നെ ഇതിലൊരാളുണ്ട് ഞാൻ പത്തനാണ്ട് ഇതെന്താണ് ഇതിനായിട്ട് അഭിനയിച്ച ആള് ഞങ്ങളുടെ പേര് ഞാൻ മറന്നുപോയിട്ട് അങ്ങേടി കേട്ട കോമഡി വിഷയമൊന്നും ഒരു വകയ്ക്കും കൊള്ളില്ലെന്നാണ് തോന്നിയത്. എഡിറ്റിങ് അലേർട്ട് മോശം. പിന്നെ എൻ്റെ പ്രൊഡ്യൂസറോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാടേ ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റർ വിട്ടത് എനിക്ക് എതിരായിട്ട് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണ് തിയേറ്ററിൽ ജയിച്ചെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. പിന്നെ ഇതിൻ്റെ മറ്റേ നമ്മുടെ എന്താണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ റോട്ടൺ ടൊമാറ്റോസ് അതിൽ നമുക്ക് ഇതിൽ 70% 70% കൊടുത്തിരുന്നു റേറ്റിംഗ് 100ൽ. അതല്ലേ പടന്നു അവറേജ് എന്തോ സ്പെക്കെന്ന് കൊടുത്തിരുന്നു. എന്നാൽ അതൊക്കെ എടുത്തിട്ട് മാർക്കിനോ ഇല്ലെങ്കിൽ കിണ്ടത്തിനോ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ സത്യമാണ് ഞങ്ങൾ കൈയൊപ്പിയനടി. ഞങ്ങൾ സത്യമാണ് കൈ ഒപ്പിയനെന്നല്ല സല്യൂട്ട് എടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ എൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എന്തായാലും ധനുഷിൻ്റെ അടുത്ത പടം ഇഡ്ഡലി കടയാണ്. അതിൽ അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. അത് കളയാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ എന്തായാലും കളയാതിരിക്കട്ടെ. കരൺ വിജയൊക്കെ ഉള്ളതാണ്. വിജയൻ്റെ ആയിനി പ്രതീക്ഷയുള്ളത് അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ കാണാത്തതുണ്ട്. മാഫിയ കഴിഞ്ഞിട്ടുള്ള എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളത്. കാണണം ആഗ്രഹമുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ ഇരുന്ന് കണ്ട് സൈക്കി. അത് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്നാമത്തേതാക്കുക. അപ്പോൾ ബൈ ഡെൽറ്റ.